ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. എപ്പിസോഡ് 5 ഡേ 4 അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ ഒന്നും റിവ്യൂ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ടൊന്നും അധികമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം രതീഷിൻ്റെ കുറേ ബഹളങ്ങളും അത് ജെൻഡുയുടെ കുറേ പിണക്കങ്ങളും പിന്നെ എന്താണ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഡേ 1 തൊട്ടുള്ള കുറച്ച് പ്രണയ നാടകങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു റിവ്യൂ കൊടുക്കാനൊന്നും നമുക്ക് ഇല്ല. എനിക്ക് ആദ്യം എല്ലാവരും നല്ല ജെന്യൂനായിട്ട് തോന്നി. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഫേക്കായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് റിവ്യൂ കൊടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും തന്നെ ഇപ്പോൾ വീട്ടിനകത്ത് നടക്കുന്നില്ല എന്ന രീതിയാണ്. ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ ആദ്യം ജാസ്മിനൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജാസ്മിനൊന്ന് ഒതുങ്ങി ഗബ്രിയുടെ ഒരു ലോകത്തും ഗബ്രി ജാസ്മിൻ്റെ ലോകത്തും അങ്ങനെ ഒരു രീതിയാണ് ഇപ്പോൾ അവരുടെ ഗെയിം പോകുന്നത്. പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻമണി കരയുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. ജാൻമണിക്ക് ഒരു മലയാളി അല്ലാത്തതുകൊണ്ട്, ഒരു നോൺ മലയാളി ആയതുകൊണ്ട്, ആസാമി അവിടെ നിന്ന് വരുന്ന ഒരു ആളായതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം വായിക്കാനൊന്നും അറിയില്ല. പറയുന്നത് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നാലേ എന്താണ് ജാൻമണി പറയുന്നത് നമുക്ക് വ്യക്തമാവുള്ളൂ. പിന്നെ മലയാളം ഒട്ടും വായിക്കാൻ അറിയാത്ത ഒരു വ്യക്തിക്ക് ആ ഒരു വീക്കിൽ അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു റൗണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിൽ കുറേ ഗ്രോസറി ഐറ്റംസും കൊടുക്കുന്നു. അപ്പോൾ ജാൻമണിക്ക് അതിൽ മലയാളത്തിലാണ് ഇവരൊക്കെ എഴുതുന്നത്. അതൊന്നും മനസ്സിലായില്ല. അപ്പോൾ ജാൻമണിക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ജാൻമണിക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ ജാൻമണിക്ക് വിഷമമായി. ജാൻമണി ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജാൻമണി ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായാലും വെറുപ്പിക്കൽ തുടങ്ങും, വേഗം ഔട്ടാവാൻ ചാൻസ് ഉണ്ട്. സിജോയുടെ കളിയൊക്കെ ഇപ്പോൾ മങ്ങി പോയിരിക്കുകയാണ്. സിജോ ഒന്നും ഇപ്പോൾ മര്യാദയ്ക്ക് കളിക്കുന്നില്ല. ഇപ്പോൾ ആദ്യം രതീഷിൻ്റെ ഒരു പുറകെ നടന്ന് കുറേ കളിച്ച് നോക്കി, പിന്നെ അതും ശരി വർക്കൗട്ട് ആവണില്ല. ജിൻഡോ ഇടയ്ക്ക് തെറ്റിപ്പിരിയുന്നു, പിന്നെ അതും ശരിയായിട്ടില്ല. അസീം റോക്കി ആണെങ്കിൽ അവൻ്റേതായുള്ള വേറൊരു ലെവലിലാണ് കളിച്ച് പോകുന്നത്. എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ഗെയിമറായിട്ട് തോന്നുന്നു ഇപ്പോൾ അസീം തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ജാസ്മിനെ കുറിച്ചൊരു കുറേ കാര്യങ്ങളൊക്കെ അസീം പറഞ്ഞിരുന്നത്. ഒരു കണക്കിന് അതൊക്കെ ട്രൂ ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷേ ജാസ്മിനെ അത്രയ്ക്ക് അങ്ങനെ ടാർഗറ്റ് കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വീടിനകത്ത് ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും കാട്ടിക്കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർ പുറമേ നിന്നും എന്തോ ഒരു ഗെയിം സെറ്റ് ചെയ്ത് വന്ന പോലെ എനിക്കും മുമ്പ് ഫീൽ ചെയ്തിരുന്നു. അതുതന്നെയാണ് റോക്കി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് വിശ്വസിക്കാം. കാരണം ഇവർ തമ്മിൽ എന്തെങ്കിലും മുമ്പേ പറഞ്ഞ അല്ലെങ്കിൽ ഡേ 1 തൊട്ട് തന്നെ ഇവർ കട്ട ഫ്രണ്ട്ഷിപ്പായി. പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ പ്രണയം, പിന്നെ പരിഭവം, അതൊക്കെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് വളരെ ഗെയിം ഇങ്ങനത്തെ ഈ പ്രണയം ചുറ്റിക്കറങ്ങൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ബിഗ് ബോസ് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നാറില്ല. അല്ലെങ്കിൽ പിന്നെ പേളിമണി ശ്രീനിഷും പോലെ കുറച്ച് മെച്യൂർഡായിട്ടുള്ള ഒരു ഇതൊക്കെ പോകണമായിരുന്നു, ഒരു ലവ് ട്രാക്കൊക്കെ. ഇത് ഗെയിമിന് വേണ്ടിയിട്ട് എന്തോ കാട്ടിക്കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ഒരു റിവ്യൂ ചെയ്യാതിരുന്നത്. ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ഞാൻ എല്ലാം കണ്ടു നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും തോന്നിയില്ല. ഇനിയും എപ്പിസോഡുകളുണ്ട്. ഇപ്പോൾ ഡേ 1 നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ അടി ഉണ്ടായി, എല്ലാവരും തമ്മിൽ നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡേ 2 വലിയ കുഴപ്പമുണ്ടായിരുന്നു. 3 ആയപ്പോഴേക്കും വളരെ ഇതായി, 4 ആയപ്പോഴേക്കും വളരെ മോശമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ബിഗ് ബോസ് സീസൺ 6ൻ്റെ കാര്യം എന്താണെന്നും നമുക്കൊന്നും അറിയില്ല. ഇനിയും കണ്ടുകൊണ്ടിരിക്കാം. സീസൺ 4 പോലെയൊക്കെ ഒരു പ്രതീക്ഷയുള്ള ഒരു സീസണായിട്ട് ഞാൻ കരുതി. സീസൺ 5 പോലെ നന്മ മരങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും നന്മ മരങ്ങളൊന്നുമില്ല. ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും സന്തോഷിക്കാം. പിന്നെന്താണ് ഇതിൽ അൻസിബ കുറച്ചും കൂടെ നന്നായി കളിച്ച് വരുന്നുണ്ട് എനിക്ക് തോന്നി. എനിക്ക് 2 ദിവസമായിട്ടുള്ള കളികളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അൻസിബയുടെയും പിന്നെ റോക്കിയുടെയും കളിയാണ്. അതുപോലെ ജാസ്മിൻ വളരെ ഓവറായിട്ടാണ് തോന്നുന്നത്. ഗബ്രി ജാസ്മിന് പിന്നാലെ നടക്കുന്നു. ഗബ്രിയുടെ കളിയും എനിക്ക് വലിയ ഒരു പ്രതീക്ഷയൊന്നും ഇപ്പോൾ നൽകുന്നില്ല. പിന്നെ ശ്രീത്തൊക്കെ ഇനിയും കുറച്ചും കൂടെ കളിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ജിൻഡോൻ്റെ കാര്യം എന്തോ ഒരു കോമഡി പീസ് അത്രേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എപ്പോൾ എന്ത് ചെയ്യുന്നൊന്നും യാതൊരു ഐഡിയ നമുക്കില്ല. പറയുന്നതോ എല്ലാം തന്നെ മണ്ടത്തരങ്ങളാണ്, കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങളാണ്. ഇത് ഇവിടം വരെ എത്തുന്നു നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ആൾക്കാർ ഇതിന് പാവം തോന്നിയിട്ട് കുറേ വോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എടുത്തു പറയത്തക്ക ഒരാളുടെ പോലെ ഗെയിം നമുക്ക് എടുത്തു പറഞ്ഞാൽ അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയാനായിട്ട് ഈ ഒരു എപ്പിസോഡിൽ ഈ ഡേ 4 എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു റിവ്യൂവിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ദിവസത്തെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.